അപ്പൊ നമ്മളൊരു വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വവും പ്രാധാന്യവും അതിന്റെ പ്രത്യേകതകളും വിശ്വാസികളായ ആളുകൾ അറിയേണ്ടത് അനിവാര്യമാണ്. യൗമുൽ ജുമുഅ വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരു ദിവസമാണ് ഈ ദിവസം. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ സൂചിപ്പിച്ച ഒരേ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ജുമുഅ എന്ന് പറഞ്ഞാൽ ജമഅ, ഒരുമിച്ച് കൂടി എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ വിശ്വാസികളായ ആളുകൾ അവരെല്ലാവരും കൂടെ ആരാധനയ്ക്ക് വേണ്ടി, ഇബാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അറഫയിലെ സംഗമത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് ജുമുഅ ദിവസമാണെന്നാണ്. അറഫ എത്രമാത്രം വിശ്വാസികൾക്ക് പ്രാധാന്യമുള്ള കാര്യമാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ ഇടയിൽ ദുൽഹിജ്ജ 9 അറഫയിൽ ഹാജിമാര് സമ്മേളിക്കും. ആ സമ്മേളനം കഴിഞ്ഞാൽ, ആ സംഗമം കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗമം എന്ന് പറയുന്നത് അത് വെള്ളിയാഴ്ച ദിവസം വിശ്വാസികൾ സംഗമിക്കുന്നതാണ് എന്നാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ. ഈ ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരേണ്ടത്? ഒന്നാമതായി വിശ്വാസികൾ പഠിക്കേണ്ടത് യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ ഏതു സ്ഥലത്ത് യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധന കേട്ടോ, നമ്മൾ വായിച്ചോ, ഉടനെ നമ്മൾ മനസ്സിലാക്കണം, ഈ അഭിസംബോധന നടത്തി അള്ളാഹു പറയാൻ പോകുന്ന കാര്യം ഒന്നുകിൽ വിശ്വാസികൾ നിർബന്ധമായി ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമായിരിക്കും. അതാണ് ആ അഭിസംബോധനയുടെ പ്രത്യേകത. യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു എവിടെ വിളിച്ചിട്ടുണ്ടോ അതിന്റെ തൊട്ടു പിറകെ പറയുന്ന കാര്യം നിർബന്ധമായും ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായിരിക്കും. അഥവാ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ളത്, ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനകൾ ഖുർആനിൽ നടത്തിയിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്, നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിതാൽ, സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാണ്. ഒരു സാഹചര്യം വന്നാൽ നമ്മളെല്ലാവരും യുദ്ധം ചെയ്യണം, സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, അത് ഒഴിവാക്കാനുള്ളതാണ്. മദ്യപാനം, ചൂതാട്ടം, പ്രശ്നം, ഇതൊക്കെ നീചവൃത്തികളിൽപ്പെട്ടതാണ്, അത് പാടില്ല എന്ന് പഠിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ വാചകം എന്താ? യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് അല്ലാഹു പറയാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളെ ജുമുഅക്ക് ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വരണം. ഇത് നിർബന്ധമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, സത്യവിശ്വാസികളോട് ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുക്കാനും അതിലേക്ക് വിളിക്കപ്പെടുമ്പോൾ ധൃതിയിലും വേഗത്തിലും പള്ളിയിലേക്ക് വരാനുമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ കൽപ്പിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താ? നേരെ പുലരുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു വെള്ളിയാഴ്ചയാണ്, ഈ ദിവസത്തിന് മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട്. ഈ ദിവസത്തിൽ അള്ളാഹു നമ്മളെ വിളിച്ച് പറഞ്ഞ കാര്യമാണ് ജുമുഅക്ക് പള്ളിയിൽ വരിക, പള്ളിയിൽ എത്തുക എന്നുള്ളത്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ആ ബോധമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പള്ളിയിൽ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, അൽ ജുമുഅതു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫീ ജമാഅത്തിൻ ഇല്ലാ അർബഅ. 4 കൂട്ടം ആളുകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും ജുമുഅ നിർബന്ധമാണ്. 4 വിഭാഗത്തിന് നിർബന്ധമല്ല. ഒന്നാര അബ്ദുൻ മംലൂക്കുൻ, അടിമകളായ ആളുകളാണ്. രണ്ടാമത്തതോ അവിംറഅത്തുൻ, സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല. അടിവരയിട്ട് മനസ്സിലാക്കണം, സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല. അതിന്റെ അർത്ഥം എന്താ? സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്നാണോ? അല്ല, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടക്കമുള്ള, അതേപോലെ തന്നെ സ്വഹാബികളുടെ ഭാര്യമാർ പള്ളിയിൽ പോയിട്ടുണ്ട്. 150ഓളം ഹദീത്തുകൾ, സ്വഹീഹായ 150ഓളം ഹദീത്തുകൾ, സ്ത്രീകൾ പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുത്തത്, ജമാഅത്തിന് പങ്കെടുത്തത്, ഇഅ്തികാഫ് ഇരുന്നത്, അതുമായി ബന്ധപ്പെട്ട് 150ഓളം ഹദീത്തുകൾ ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, പോയാൽ അവർക്ക് പ്രതിഫലം കിട്ടും. ജുമുഅക്ക് അവർക്ക് വരാം, അതിലൊന്നും സംശയമില്ല. പക്ഷെ അവർക്ക് നിർബന്ധമല്ല. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന എന്താ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങളെ ജുമുഅക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ വരണം എന്നാണ്.
അപ്പൊ ആ വിളിയിൽ ആര് കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്? സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ അവർക്ക് പള്ളിയിൽ വരാം, പള്ളിയിൽ വന്ന് ദിക്റിൽ അവർക്ക് പങ്കെടുക്കാം, അതിനവർക്ക് പ്രതിഫലമുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ അവർക്ക് നിർബന്ധമല്ല, അവർക്ക് ജായിസാണ്, അനുവദനീയമാണ്. പിന്നെ കുട്ടികളാണ്, പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികൾ, അവർക്ക് ജുമുഅ നിർബന്ധമില്ല. രോഗികളായ ആളുകൾ, യാത്രക്കാരായ ആളുകൾ, അവർക്ക് നിർബന്ധമില്ല. ബാക്കിയുള്ള മുഴുവൻ ആളുകൾ എന്ത് ചെയ്യണം? പള്ളിയിൽ വരണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവം എന്ത് ചെയ്യണം? വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ ഹദീത്ത് കേട്ടാൽ മതി, വെള്ളിയാഴ്ച ദിവസം നമ്മളൊക്കെ പേടിക്കും. റസൂലുള്ളാഹി പറയുകയാണ്, മൻ തറക തലാത ജുമഅൻ തഹാവുനൻ ബിഹാ തബഅ അല്ലാഹു അലാ ഖൽബിഹി. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ വാചകം? എന്താ? ജുമഅ 3 ദിവസം 3 ജുമഅ നിസാരമാക്കിക്കൊണ്ട് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരു മുദ്ര വെക്കുന്നതാണ്, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സീല് വെക്കുമെന്നാണ്. ജുമഅ നിസാരമായി കണ്ടാലുള്ള അദാബാണത്, ശിക്ഷയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് അജണ്ട ഉണ്ടാകണം. പള്ളിയിൽ പോകല നമ്മുടെ അജണ്ട. മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് വരണം. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാപണ്ഡിതനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിച്ചു. അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം രാവിലെ ജയിലിൽ നിന്ന് കുളിക്കും, നല്ല വസ്ത്രം ധരിക്കും, സുഗന്ധം പൂശും, എന്നിട്ട് അയാൾ ജയിലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കും. അദ്ദേഹം ജയിലിലാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി നടക്കുമ്പോൾ ജയിലിന്റെ കാവൽക്കാരൻ വാതിൽക്ക് ഗേറ്റിങ് നിൽക്കുന്ന ആൾ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാ പോണത്? നിങ്ങൾ ജയിലിലല്ലേ? നിങ്ങളിവിടെ ഒരു കുറ്റവാളിയായി പിടിക്കപ്പെട്ട ആളാണ്, കുറ്റമൊന്നും ചെയ്തില്ല, പക്ഷെ കുറ്റവാളിയായി പിടിക്കപ്പെട്ടയാളാണ്, നിങ്ങൾ എങ്ങനെയാ പുറത്തു പോകുക? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ഇന്ന് ജുമായാണ്, അള്ളാഹുവിന്റെ കൽപ്പന വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകണം എന്നുള്ളതാണ്. എൻ്റെ കടമയാണ് പള്ളിയിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെടൽ. നിങ്ങൾ തടഞ്ഞാൽ ഞാൻ പള്ളിയിൽ പോകില്ല, എനിക്ക് അള്ളാഹിനോട് ഉദുർ പറയാം. എന്നെ ഇന്നയാൾ തടഞ്ഞത് കൊണ്ട് ഞാൻ പള്ളിയിൽ പോയില്ല എന്ന് എനിക്ക് ഉദുർ പറയാൻ പറ്റും. പക്ഷെ ഞാൻ പള്ളിയിലേക്ക് ഇറങ്ങിയ ആളാണ്. നിങ്ങൾക്ക് തടയാം, അത് നിങ്ങളുടെ കാര്യം. അദ്ദേഹത്തെ തടയും, അദ്ദേഹം തിരിച്ച് റൂമിലേക്ക്, ജയിലിലേക്ക് തിരിച്ചു കയറുമെന്നാണ്. അങ്ങനെയായിരുന്നു മുൻഗാമികളായ ആളുകൾ. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ ജുമായുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തുമ്പോൾ അവർ പറയുന്നത്, ഇസ്ലാമിൽ ആദ്യം തുടങ്ങിയ ബിദഅത്ത് എന്താ അറിയോ? ഇസ്ലാമിൽ ആദ്യം തുടങ്ങിയ ബിദഅത്ത് നമുക്കറിയാം. ബിദഅത്ത് എന്ന് പറയുമ്പോൾ നബിദിന ബിദഅത്താണ്. അതേപോലെ തന്നെ മരിച്ചയാളുടെ വീട്ടിൽ പ്രത്യേകം അവർക്ക് കൂലിയിട്ടാൻ വേണ്ടി ഖുർആൻ ഓതുക, അങ്ങനെ പല ബിദഅത്തുകളുണ്ട്. ഇതാണ് ബിദഅത്ത്, നമുക്കറിയാം. എന്നാൽ ഇസ്ലാമിൽ ആദ്യം തുടങ്ങിയ ബിദഅത്തായി പണ്ഡിതന്മാർ പറയുന്നത് ജുമാക്ക് നേരം വൈകി വരലാണ്. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവമുള്ള വിഷയമാണ്. ജുമാക്ക് നേരം വൈകി വരിക എന്നുള്ളത് ബിദഅത്താണ് എന്നാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പള്ളിയിൽ ഉണ്ടാകണം. എന്ത് തിരക്കുണ്ടെങ്കിലും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പള്ളിയിലേക്ക് വരും. അള്ളാന്റെ കൽപ്പനയാണ്, എൻ്റെ വാചകമല്ല. ഞാൻ അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി പറഞ്ഞത്. ആ വിളി അള്ളാഹു നമ്മളെ വിളിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ അള്ളാഹ് നമ്മോട് പറയാം, വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യണം? നേരത്തെ പള്ളിയിലേക്ക് വരണം. സ്വഹാബികൾ എപ്പോഴാണ് പള്ളിയിൽ പോയത്? ഞാൻ ഇന്ന് യാത്രക്കിടയിലാണ് സ്വഹാബികൾ പള്ളിയിൽ പോയി ഭാഗം വായിച്ചത്. അത്ഭുതപ്പെട്ടു പോയി. സ്വഹാബികൾ അവർ സുറുജുമായി, അഥവാ രാവിലെ ഇരുട്ടുള്ള സമയത്ത് വെളിച്ചം കത്തിച്ചു വെച്ച്, വിളക്ക് കത്തിച്ചു വെച്ച് അവർ പള്ളിയിലേക്ക് പോയി. എന്താ പറഞ്ഞ വാചകം? ഇരുട്ടുള്ള സമയത്ത്, ജുമാന്റെ ദിവസേ ഇരുട്ടത്ത്, രാത്രിയിൽ അഥവാ നേരം പുലരുന്ന സമയത്ത് വിളക്ക് കത്തിച്ചിട്ട് അവരെന്ത് ചെയ്യും? അത്രമാത്രം നേരത്തെ അവർ പള്ളിയിലേക്ക് വന്നിരുന്നു എന്ന്. നമ്മൾ അത്ര നേരത്തെ വരണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത്ര നേരത്തെ നമ്മൾ ആരും വരാറില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പെങ്കിലും പള്ളിയിലെത്തുന്ന, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ആരെയും എതിർക്കാൻ വേണ്ടി പറയുന്ന വാചകമല്ല. നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കുന്ന അജ്ർ കിട്ടണം. ഈ പള്ളി ഉണ്ടായത് എന്തിനാ? നമുക്കിങ്ങനെയുള്ള സൗകര്യങ്ങൾ ലഭിച്ചത് എന്തിനാ? അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിക്കാൻ വേണ്ടിയാണ്, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള വാതിലുകൾ എന്ത് ചെയ്യണം? നമ്മൾ തുറക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഇനിയൊരു വെള്ളിയാഴ്ച നമുക്ക് ലഭിച്ചാൽ, നമ്മളൊക്കെ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും നേരത്തെ പള്ളിയിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പ്രവാചകന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ എൻ്റെ സഹോദരികളെയും ഓർമ്മപ്പെടുത്താണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്നാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്താ? റസൂലുള്ളാഹി പറഞ്ഞു, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദുഅ ثم أتى الجمعة فاستمع فأنصت غفر له ما بين الجمعة إلى الجمعة. വലിയൊരു നേട്ടമാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം വുദു ചെയ്ത് വീട്ടിൽ നിന്ന് വുദു ചെയ്ത് പള്ളിയിലേക്ക് വന്ന് ജുമാ ശ്രദ്ധിച്ചു കേട്ടു. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട ഒരാൾക്ക് വേണ്ടി അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താ അറിയോ? അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഒരാഴ്ചയിലെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. ഇന്ന് ജുമായിൽ പങ്കെടുത്തു, കഴിഞ്ഞ ഫസ്റ്റത്തെ ജുമായിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലെ പാപങ്ങൾ ഈ ജുമായിൽ പങ്കെടുക്കുന്നതോടുകൂടെ പൊറുക്കപ്പെടുകയാണ്. എത്ര വലിയ നേട്ടമാണ്!
നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് പല തിന്മകളും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത്തരം പാപങ്ങളിൽ നിന്ന്, ചെറിയ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ത്? ജുമായിൽ നേരത്തെ പങ്കെടുക്കുക എന്നുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമാമ് ഖതീബ് മിമ്പറിൽ കയറി സലാം പറഞ്ഞ പിന്നെ അവിടുന്ന് വർത്താനം പറയാൻ പാടില്ല, ഒരാളും പറയാൻ പാടില്ല. അവിടെ പറയാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? ഖതീബിന് മാത്രമാണ്. അത് അള്ളാന്റെ റസൂൽ തന്ന അധികാരമാണ്. ഖതീബിനോട് നിങ്ങൾക്ക് ചോദിക്കാം, ഒരാൾക്ക് സംശയം ഉണ്ടായി അവിടുന്ന് എഴുന്നേറ്റ് ചോദിക്കാം, അത് പ്രശ്നമുള്ള വിഷയമല്ല, അത് അനുവദനീയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ മിമ്പറിൽ ഇങ്ങനെ ഖുത്ബ പറയുന്നതിനിടയിലാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അപ്പൊ നബി ഖുത്ബ പറയാണ്, നബി എന്തോ ഒരു വിഷയം പറയാണ്. അപ്പൊ നബി പറഞ്ഞു, ജിലിസു, നിങ്ങൾ ഇരിക്കണം. അത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനോട് പറഞ്ഞ വാചകം ഒന്നല്ല, നബി ആ വിഷയത്തിന്റെ ഇടയിൽ പറഞ്ഞൊരു വാചകം. ആ വാചകം കേട്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു വരുന്ന വഴിയിൽ പള്ളിയിലേക്ക് ഇങ്ങനെ വാതിൽ അവിടെ ഇരുന്നു അദ്ദേഹം. കാരണം നബിന്റെ വാക്ക് കേട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് നബി ഇരിക്കണം, നബിനെ അനുസരിക്കണം. അപ്പൊ നബി അത് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എഴുന്നേൽക്കൂ, എന്നിട്ട് മുന്നിൽ വന്നിരിക്കൂ, നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞതാണ്, മുന്നിൽ വന്നിരിക്കൂ. അഥവാ മിമ്പറിൽ വെച്ച് ഖതീബിന് എന്ത് ചെയ്യുക? ആളുകളോട് സംസാരിക്കാം. ആളുകൾക്ക് വേണമെങ്കിൽ ഖതീബിനോട് സംസാരിക്കാം, പക്ഷേ കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് വർത്തമാനം പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് വലിയ പാപമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എത്രമാത്രം ചോദിച്ചാൽ നമ്മളടുത്തൊരാൾ സംസാരിക്കുന്നുണ്ട്, അയാളുടെ നീ മിണ്ടല്ലേന്ന് പോലും പറയാൻ പാടില്ല, അയാളോട് മിണ്ടാതിരിക്കുക എന്ന് പോലും പറയാൻ പാടില്ല എന്നാ. അത്ര ഗൗരവത്തിലാണ് വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വെള്ളിയാഴ്ച സ്വീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച ദിവസം ജുമാക്കൊരാള് അയാൾ എന്ത് ചെയ്തു? സാധിക്കുന്ന ആളുകൾ, നിർബന്ധം പറയല്ല, സാധിക്കുന്ന ആളുകൾ, നമ്മളൊക്കെ വീട് പള്ളിയുമായി അടുത്താണ് എങ്കിൽ നടന്ന് പള്ളിയിൽ വരണം. അതിന് പ്രത്യേക കൂലിയുണ്ട്. ഹദീസിന്റെ വാചകം എന്താ അറിയോ? പ്രവാചകൻ പറഞ്ഞു, മൻ ഗസ്സല യൗമൽ ജുമുഅ വഅതസല വബക്കറ വബതകറ വമശ വലം യർകബ് വദന മിനൽ ഇമാമി ഫസ്തമഅ വലം യൽഗു. എന്താ ഹദീസിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാള്, അയാൾ കുളിച്ചു, അതേപോലെ തന്നെ ശുദ്ധിയൊക്കെ വരുത്തി, അയാൾ വീട്ടിൽ നിന്ന് നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. അയാൾക്ക് വാഹനമുണ്ട്, വാഹനം കയറാതെ അയാൾ നടന്ന് പള്ളിയിൽ വന്നു. എന്നിട്ടോ പള്ളിയിൽ വന്ന് ഇമാമിന്റെ സമീപത്തിരുന്നു, അത് ഒന്നാമത്തെ സ്വത്തിൽ അയാൾ വന്നിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എങ്കിൽ അവന്റെ ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട്. അവൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട്. എത്ര വർഷത്തെ? 1 വർഷത്തെ നോമ്പുകാരന്റെ പ്രതിഫലം. 1 കാലടിക്ക് 1 കൊല്ലം നോമ്പ് നോറ്റ കൂലി, 1 കാലടിക്ക് 1 വർഷം രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച കൂലി. അത്രമാത്രം പ്രതിഫലമുണ്ട്. അതുകൊണ്ട് വീടൊക്കെ സമീപത്തുള്ള ആളുകൾ എന്ത് ചെയ്യണം? അവർ നടന്നു തന്നെ വരിക. മറ്റുള്ള ആളുകൾ, പ്രയാസമുള്ള ആൾക്കാരുണ്ടാകും, അവർക്ക് വാഹനം ഉപയോഗിക്കുന്ന കുറ്റമാണ് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം? പള്ളിയിലേക്ക് അങ്ങനെ വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം പല ആൾക്കാർ, ഇപ്പൊ ഇന്ന് ജുമാട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞു എന്നാണ്, ജുമാട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞു, അങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലുള്ളത്. സഹോദരങ്ങളെ, വെള്ളിയാഴ്ചൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്താ അറിയോ? വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ആ സമയം ഏതാ നമുക്ക് ആർക്കും അറിയില്ല. ആ സമയത്തിന്റെ പ്രത്യേകത, ആ സമയം ഒരു മനുഷ്യൻ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു അവനത് കൊടുക്കുന്നതാണ്. അവൻ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു അവനത് കൊടുക്കും. ആരാ പറഞ്ഞ വാചകം? അള്ളാഹ് പറഞ്ഞതാ. അള്ളാഹു വാഗ്ദത്തം പാലിക്കുന്നവനാണ്, അവൻ കരാറുകൾ ലംഘിക്കുന്നവനല്ല. റബ്ബ് പറയാം, നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാനത് നൽകും. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ആ സമയം ഏതാണെന്നറിയോ? അസറിനോടനുബന്ധിച്ച് അസറിന് ശേഷമുള്ള സമയമാണെന്നാ. അസറിന്റെ ശേഷമുള്ള സമയമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം, ജുമായുടെ 2 ഖുത്ബകളുടെ ഇടയിലുള്ള സമയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. എന്തായാലും ജുമാ കഴിഞ്ഞാൽ, ഖുത്ബ കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത്. ആ വെള്ളിയാഴ്ചയുടെ മഹത്വവും പ്രാധാന്യം എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തണം. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് കൂടുതൽ ചൊല്ലേണ്ട ദിവസമാണ് ഏത് ദിവസം? വെള്ളിയാഴ്ച ദിവസം. പല ആൾക്കാരും പറയും ഈ സെലഫികളായ ആളുകൾ അവർ സ്വലാത്ത് ചെല്ലാത്തവരാണ്. അറിയാത്തതുകൊണ്ടാണ്. അവർക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിക്കുന്നവരാണ്. പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന ആളുടെ അടയാളാണ് സ്വലാത്ത് ഇല്ല എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞത്, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ ബഖീലാണ്, പിശുക്കനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ ആ ഒരു വിഷയത്തിൽ തന്നെ അതിൻ്റെ സമയവും സന്ദർഭവും അതിൻ്റെ മഹത്വവും ഒക്കെ വിശദീകരിക്കുന്ന ഒരു ഖുത്ബ നമുക്ക് നടത്താം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, വെള്ളിയാഴ്ച ദിവസം എന്ത് വേണം? സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് എന്ത് ചെയ്യണം?
പാരായണം ചെയ്യണം. അത് പ്രത്യേകം പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്ന് സ്വഹീഹായ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസം കുളിക്കണം, അതും സുന്നത്താക്കപ്പെട്ട കാര്യമാണ് എന്ന് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ച് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളിയാഴ്ച സ്വീകരിക്കുകയും ആത്മാർത്ഥമായി ആ നന്മകളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ അൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും പ്രാധാന്യങ്ങളുമാണ് നമ്മൾ കേട്ടത്. വെള്ളിയാഴ്ച ദിവസം സുന്നത്ത് നമസ്കാരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ സല്ല അഹദുകുമുൽ ജുമഅ ഫൽയുസല്ലി ബഅദഹാ അർബഅൻ. ഒരാൾ വെള്ളിയാഴ്ച ദിവസം ജുമഅ നമസ്കരിച്ചാൽ ആ ജുമഅയുടെ ശേഷം അവൻ 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് ശേഷം 4 റക്അത്ത് എന്ത് ചെയ്യാം? സുന്നത്ത് നമസ്കരിക്കാം. അത് സ്വഹീഹായ ഹദീത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ 881 ഹദീത്താണ്, സ്വഹീഹായ ഹദീത്താണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, കാന യുസല്ലി ഖബ്ല അദ്ദുഹരി റക്അതൈൻ വബഅദഹാ റക്അതൈൻ وبعد المغرب ركعتين في بيته وبعد العشاء ركعتين وكان لا يصلي بعد الجمعة حتى ينصرف فيصلي ركعتين. മറ്റുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഇപ്പം മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും അതേപോലെ തന്നെ ദുഹറിൻ്റെയും ഒക്കെ സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്കറിയാം. ജുമായെക്കുറിച്ച് പറയുന്ന ഭാഗം, ജുമാക്ക് ശേഷം പള്ളിയിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിൽ വന്നാൽ ഒരാൾ പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കാം. പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത്. അയാൾ വീട്ടിൽ പോയിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളത് 2 റക്അത്താണ്. വീട്ടിൽ നിസ്കരിക്കണം 2 റക്അത്ത്. സുന്നത്ത് നമസ്കാരങ്ങൾ ഏറ്റവും അഫ്ളൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്, പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകൾ. റവാത്തിബ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അതേപോലെ തന്നെ മഗ്രിബിൻ്റെ ശേഷമുള്ള നമസ്കാരം, ഇഷാഇൻ്റെ ശേഷമുള്ള സുന്നത്ത് നമസ്കാരം, ദുഹറിൻ്റെ മുമ്പ് 2 ഉണ്ട്, ശേഷം 2. ആ സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. അതാണ് ഹദീത്തിലുള്ളത്. എന്നാൽ ഒരാൾ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വന്നു, അയാൾ പള്ളിയിൽ തന്നെ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് 4 റക്അത്ത് നിസ്കരിക്കാം. വീട്ടിൽ നിസ്കരിക്കുന്ന ആളാണ് എങ്കിൽ അയാൾ 2 റക്അത്താണ് നമസ്കരിക്കേണ്ടത് എന്ന് ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും.